BJP അക്കൗണ്ട് തുറക്കുമോ? അക്കൗണ്ട് തുറക്കുമെന്നും അത് ഒരു വലിയ തുറക്കലാകുമെന്നുമാണ് ഒരു സൈഡ്. അക്കൗണ്ട് തുറന്ന് 2 അക്കം വരെ നേടുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതുപോലെ ചില TV സർവേകൾ പറയുന്നു 3 BJP അംഗങ്ങൾ ജയിക്കുമെന്ന്. മറ്റു പല അങ്ങനത്തെ ഭാഷ്യങ്ങളുണ്ട്. ഇത് അക്കൗണ്ട് തീർച്ചയായിട്ടും തുറക്കും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇനി അക്കൗണ്ട് ഒരു കാരണവശാലും BJP തുറക്കത്തില്ല, 0 തന്നെ ആയിരിക്കും. ഇനി അക്കൗണ്ട് തുറന്നാൽ കാക്ക മലർന്നു പറക്കും എന്ന് പറയുന്ന വേറൊരു ഭാഗവുമുണ്ട്. ഇതിലേതായിരിക്കും ശരി? 6 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളം ഭരിച്ച 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ BJPയിലാണ്. 3 പ്രാവശ്യം കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയും അതുപോലെ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ UPA-യുടെ 2006 മുതൽ 14 വരെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന AK ആന്റണിയുടെ മകൻ BJPയിലാണ്. അതിൽ 4 പ്രാവശ്യം കേരളത്തിന് മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൽ വ്യവസായ മന്ത്രിയും ഒക്കെ ആയിരുന്ന K കരുണാകരന്റെ മകളും ഇപ്പോൾ BJPയിലാണ്. അപ്പോൾ 4, 3, 7 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന 2 പേരുടെ മക്കൾ BJPയിൽ ചേർന്നപ്പോൾ കേരളത്തിന്റെ ഒരു ചിന്ത എങ്ങോട്ടാണ്, കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് വലിയ വിഷമമില്ല. തീർച്ചയായിട്ടും 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ വിവരമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അവർക്കറിയാം BJP ആണ് ഇനി ഭാവി എന്നുള്ളത്. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വന്നത്. രണ്ടാമത്തെ കാര്യം, സിനിമാ മേഖലയിലുള്ളവർ ഇപ്പോൾ BJPയിലേക്ക് കൂടുതൽ വരുന്നു, അവർ ഭാരവാഹികളാവുന്നു. അടുത്ത കാലത്ത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തനായ മേജർ രവി BJPയിൽ വൈസ് പ്രസിഡന്റായി. അതുപോലെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന TV മേഖലയിലെ ആള് BJPയുടെ ഭാരവാഹിയാണ്. എന്ന് മാത്രമല്ല, വളരെയധികം ഫാൻ ഫോളോവിംഗ് ഉള്ള ഒരു നടൻ തന്നെയാണ് തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്, സുരേഷ് ഗോപി. അപ്പൊ സിനിമാ മേഖലയിൽ ഫാൻ ഫോളോവിങ്ങും അതുപോലെ കുറേയധികം താരമൂല്യമൊക്കെ ഉള്ള ആളുകൾ BJPയിലുള്ളപ്പോൾ തീർച്ചയായും ജനങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായിട്ട് മാധ്യമരംഗത്തുള്ളവർ, പണ്ടൊക്കെ പറയുമായിരുന്നു കേരളത്തിലെ മാധ്യമരംഗത്തിലുള്ളവർ 90% ആൾക്കാരും LDFന് സപ്പോർട്ടാണ്, ബാക്കിയുള്ളവർ UDFനുമാണ്. അതുപോലെ ആരും BJPയെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും അധികം വ്യൂവർഷിപ്പുള്ള ഏഷ്യാനെറ്റിന്റെ ഉടമ തന്നെ ഇപ്പോൾ BJPയിലാണ്. BJPയിലാണെന്ന് മാത്രമല്ല, ഏഷ്യാനെറ്റിന്റെ തലസ്ഥാനമായ അല്ല ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ മാധ്യമരംഗത്ത് BJPക്ക് പിന്തുണ കൂടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തീർച്ചയായിട്ടും വിജയസാധ്യതയെ ഇതിലേക്ക് നയിക്കുകയും ചെയ്യും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ 3 വനിതകളെ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് 25%. BJPയാണ് കേന്ദ്രത്തില് 2023 വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നതും നയിച്ചതും അത് പാസ്സാക്കിയതും. അത് 15 വർഷത്തേക്ക് വനിതാ സംവരണ ബില്ല് നടപ്പാക്കുമെന്ന് പറഞ്ഞാണ് പാസ്സാക്കിയത്. അത് കന്യാകുമാരിയൊക്കെ കഴിഞ്ഞിട്ട് അത് പ്രാബല്യത്തിൽ വരുന്നുള്ളൂവെങ്കിലും തീർച്ചയായിട്ടും വനിതാ സംവരണ ബില്ല് 33% നിയമസഭയിലും പാർലമെന്റിലും വനിതകൾ ഉണ്ടാവണമെന്ന ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത BJP തീർച്ചയായിട്ടും കേരളത്തിലും ആ 33% സ്ത്രീകൾക്ക് സീറ്റ് നൽകാനുള്ള സാധ്യത വളരെയധികമാണ്. ആദ്യം 12 പേരെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ 3 വനിതകളുണ്ട്. അപ്പൊ ഇനി 8 പേരെ കൂടെ പ്രഖ്യാപിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് 4 വനിതകളെയും കൂടി തീർച്ചയായിട്ടും BJP പ്രഖ്യാപിച്ചാൽ 7 വനിതകൾ BJPക്ക് ഉണ്ടാവുകയും വനിതാ സംവരണ ബില്ല് നടപ്പാക്കുന്ന ഒരു പാർട്ടി എന്നുള്ള പേര് BJPക്ക് ഉണ്ടാകും. കേരളത്തിൽ 52% സ്ത്രീകളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ 52% സ്ത്രീകളുള്ള ഈ സംസ്ഥാനത്ത് BJP ഇനി ഒരു 4 വനിതാ സ്ഥാനാർത്ഥികളും കൂടെ പ്രഖ്യാപിച്ച് 7 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വനിതകൾ BJPക്ക് കൂടുതലായിട്ട് വോട്ട് ചെയ്യും. നാരീശക്തി എന്നുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളുമൊന്നും വെറുതെയല്ല. അതുപോലെ ഏറ്റവും കൂടുതൽ സ്ഥാനത്ത് വനിതകളെ കൊണ്ടുവരും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ ഈ വർഷത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ ഇൻവെസ്റ്റ് ഇൻ വിമൻ ഫോർ ദി ഗ്രോത്ത് ഓഫ് ദി നേഷൻ എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ BJP ഇനി 4 വനിതകളെ കൂടി പ്രഖ്യാപിക്കും എന്ന് നമുക്ക് കരുതാം. അങ്ങനെ 7 വനിതകൾ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി
33% എന്നുള്ള ആ ഒരു ഇതിലേക്ക് BJP എത്തിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഈ 2 അക്ക സംഖ്യയിലെത്തുന്നതിന് ഒരു വിഷമവും ഉണ്ടാവില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രത്തിൽ എന്തായാലും 400 അല്ലെ 360 370 കടക്കുമെന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശത്തിൽ കേരളത്തിൽ നിന്ന് BJP അതായത് താമര ചിഹ്നത്തിൽ ആളുകളെ ജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നമുക്ക് കുറെ കേരളത്തിന് മന്ത്രിമാരെ കിട്ടാം. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് 2 ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ 6-7 മന്ത്രിമാരുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വയലാർ രവിയും AK ആന്റണിയും ഒക്കെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. അതുപോലെ KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനത്തെ അവരൊക്കെ കേന്ദ്രത്തിൽ മന്ത്രിമാർ ഒരേ സമയത്ത് 6-7 മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ BJPക്ക് ആകെ ഒരു മന്ത്രി മാത്രമേ BJPക്ക് ഉള്ളൂ. അപ്പോൾ കൂടുതൽ ക്യാബിനറ്റ് മന്ത്രിമാരും മറ്റു മന്ത്രിമാരും ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് അത് തീർച്ചയായിട്ടും ഈ കടക്കണിയിലായിരിക്കുന്ന വികസനത്തിന് കേന്ദ്ര ഫണ്ട് കൂടുതൽ വരികയും കേന്ദ്ര പദ്ധതികൾ വരികയും കേരളത്തിന് അത് തീർച്ചയായിട്ടും ഗുണകരമാകും. അപ്പോൾ ആ ഗുണകരമാകണമെങ്കിൽ മന്ത്രിമാരുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു 2 അക്ക സംഖ്യയിലേക്ക് ജയിപ്പിച്ചു വിടണം. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആകും, 400 കടക്കുമെന്നൊക്കെയുള്ള ആ ഒരു പ്രചരണത്തിൽ കേരളത്തിലും കൂടുതൽ മന്ത്രിമാരുണ്ടാകാൻ വേണ്ടി കൂടുതൽ ആളുകളെ ജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ഘടകമെന്ന് പറയുന്ന 6ാമത്തെ ഘടകമെന്ന് പറയുന്നത് 6 വർഷത്തോളം കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് ആയിരിക്കുകയും കഴിഞ്ഞ 5 വർഷം കേന്ദ്രത്തിൽ മന്ത്രിയാകുകയും അതും വിദേശകാര്യം കൈകാര്യം ചെയ്ത മുരളീധരൻ കേരളത്തിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രിയാകും. അദ്ദേഹത്തിന് 6 വർഷം ഇവിടെ ഒരു സംഘടനയെ നയിച്ച ആ ഒരു വൈഭവമുണ്ട്. അപ്പോൾ ജയിക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള മറ്റ് സ്ഥാനാർത്ഥികൾക്കും ഒക്കെ നിർദ്ദേശവും മാർഗനിർദ്ദേശവും ഒക്കെ നൽകാൻ കൽപ്പുള്ള ആള് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് എന്നുള്ളത് BJP ജയിക്കാനുള്ള വലിയൊരു ഘടകം തന്നെയാണ്. അങ്ങനെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കള്, സിനിമാ മേഖലയിലുള്ള ആളുകൾ, മാധ്യമരംഗത്തുള്ള ആളുകൾ, വനിതകൾ 7ഓളം സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അങ്ങനെ ഒരു മാറ്റം. പിന്നെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ മന്ത്രിമാരെ കിട്ടാനുള്ള ഒരു സാധ്യത, 6 വർഷത്തോളം ഇവിടെ സംഘടനയെ നയിച്ച ആള് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്നുള്ള ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും BJP അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 2 അക്കത്തിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ വലുതാണ്.